നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2021 ജൂണിൽ ഹമാസ് നേതാക്കളായ യഹ്യ സിൻവാറും മുഹമ്മദ് ദെയ്ഫും ഇറാന്റെ IRGC ഖുദ്സ് ഫോഴ്സ് കമാൻഡർ എസ്മായിൽ ഖാനിക്ക് ഒരു കത്തയച്ചിരുന്നു. ഇതിൽ ആവശ്യപ്പെട്ടത് 2 വർഷത്തിനുള്ളിൽ ഇസ്രയേലിനെ മുച്ചൂട് നശിപ്പിക്കാൻ $500 മില്യൺ നൽകണമെന്നാണ്. ഈ ഉടമ്പടിയാണ് ഹമാസ് 2023 ഒക്ടോബർ 7 നടപ്പാക്കിയത്. ഹമാസ് തുരങ്കത്തിൽ നിന്നാണ് ഇത് തെളിയിക്കുന്ന രേഖകൾ ഇസ്രയേലിന് ഇപ്പോൾ കിട്ടിയത് എന്നാണ് ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ അധിനിവേശത്തിന് മുമ്പുള്ള വർഷങ്ങളിൽ ഹിസ്ബുള്ളയുമായും ഇറാനുമായും പൂർണ്ണ ഏകോപനത്തോടെ ഹമാസ് ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കുന്നതിനുള്ള കൃത്യമായ പദ്ധതി വികസിപ്പിച്ചെടുത്തതായാണ് മേയർ അമിത് ഇൻ്റലിജൻസ് ആൻഡ് ടെററിസം ഇൻഫർമേഷൻ സെൻറ്റർ പ്രസിദ്ധീകരിച്ച രഹസ്യരേഖകളിൽ വ്യക്തമാകുന്നത്. ഒക്ടോബർ 7 മുമ്പ് ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള ഹമാസിൻ്റെ പദ്ധതിക്ക് ധനസഹായം നൽകുന്നതിൽ ഇറാൻ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നും ഗാസ ആസ്ഥാനമായുള്ള ഭീകരസംഘം ഒന്നിലധികം മുന്നണികളിൽ നിന്ന് ഏകോപിതമായ ആക്രമണത്തിന് പ്രേരിപ്പിച്ചുവെന്നും അതിൻ്റെ നേതാവ് യഹ്യ സിൻവാർ തൻ്റെ സൈനിക ശക്തിക്ക് ഇസ്രയേലിനെ തകർച്ചയിലേക്ക് തള്ളിവിടാൻ കഴിയുമെന്ന് വിശ്വസിച്ചുവെന്നും ഹമാസ് രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. രാജ്യത്തെ അപ്രതീക്ഷിതമായി പിടികൂടിയ ഹമാസിൻ്റെ വിനാശകരമായ വലിയ തോതിലുള്ള ആക്രമണത്തിൽ കര, കടൽ, വ്യോമ ആക്രമണങ്ങളെല്ലാം ഉൾപ്പെട്ടിരുന്നു. ഗാസയിൽ വർഷങ്ങളായി സൈനിക ശക്തി വർധനയും തന്ത്രപരമായ മാറ്റങ്ങളും ഉണ്ടായിരുന്നിട്ടും ആക്രമണത്തിൻ്റെ വ്യാപ്തിയും പെട്ടെന്നുള്ള ആക്രമണവും ഇസ്രയേലി ഇൻ്റലിജൻസ് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമായ സുരക്ഷ ഇസ്രയേൽ എടുത്തിരുന്നുമില്ല. ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള ഹമാസ് പദ്ധതിയെ പിന്തുണയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഗാസയിലെ മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരുടെ തുരങ്കങ്ങളിൽ നിന്ന് കണ്ടെത്തിയ രേഖ ഞാൻ ആദ്യമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇറാനും യഹ്യ സിൻവാറും മുഹമ്മദ് ദെയ്ഫും തമ്മിൽ നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖയാണ് ഇത് എന്നാണ് കാറ്റ്സ് ഒരു വീഡിയോ പ്രസ്താവനയിൽ പറയുന്നത്. ഹമാസ് നേതാക്കൾ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിൻ്റെ ഖുദ്സ് ഫോഴ്സിൻ്റെ കമാൻഡറോട് ഇസ്രയേൽ രാഷ്ട്രത്തെ നശിപ്പിക്കുന്നതിന് $500 മില്യൺ കൈമാറാൻ ആവശ്യപ്പെടുന്നു എന്നും കാറ്റ്സ് പറയുന്നു. ലോകത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന ഈ മഹത്തായ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി ഹമാസ് 2 വർഷത്തേക്ക് ഇറാനിൽ നിന്ന് പ്രതിമാസം $20 മില്യൺ ആവശ്യപ്പെട്ടതായാണ് രേഖ വ്യക്തമാക്കുന്നത്. ഈ 2 വർഷങ്ങളുടെ അവസാനത്തോടെ അല്ലെങ്കിൽ ആ സമയത്തിനുള്ളിൽ ദൈവം അനുവദിച്ചാൽ ഇസ്രയേൽ എന്ന ഭീകരമായ അസ്തിത്വത്തെ നമ്മൾ വേരോടെ പിഴുതെറിയുമെന്നും നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടം അവസാനിപ്പിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നാണ് ഹമാസ് കത്തിൽ പറയുന്നത്. ഈ അഭ്യർത്ഥന സ്വീകരിച്ച് ഇറാനിലെ പലസ്തീൻ ഡിവിഷൻ തലവനായ സയ്യിദ് ഇസാദിയാണ് മറുപടി നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ഇറാനിയൻ ജനതയുടെ ദുരിതവും എല്ലാം ഉണ്ടായിട്ടും ഹമാസിന് പണം നൽകുന്നത് തുടരുമെന്നാണ് ഇസാദി പറയുന്നത്. കാരണം ഇസ്രയേലിനും US-നും എതിരായ പോരാട്ടമാണ് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ മുൻഗണന എന്നും കത്തിലുള്ളതായിട്ടാണ് കാറ്റ്സ് വ്യക്തമാക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഇൻതിഫാദ ആരംഭിച്ചോ ജിഹാദ് നടത്താൻ സൈനികരെ അണിനിരത്തിയോ അന്താരാഷ്ട്ര വേദികളിൽ ജൂതന്മാരെയും സൈനികരെയും പിന്തുടരുക വഴി പാലസ്തീനിൽ ജനകീയ പ്രതിരോധം നടപ്പിലാക്കുക എന്ന യാഥാർത്ഥ്യബോധമുള്ള പദ്ധതിയെക്കുറിച്ച് ദി മൂവ്മെൻറ്റ് സ്ട്രാറ്റജി 2013 മുതൽ 17 വരെ എന്ന ഹമാസ് രേഖയിൽ വ്യക്തമായി പറയുന്നു. 1990കളുടെ തുടക്കം മുതൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഹമാസിന് സൈനിക സഹായവും പരിശീലനവും സാമ്പത്തിക സഹായവും എല്ലാം നൽകി വരുന്നുണ്ട്. ഇറാൻ ഹമാസിൻ്റെ പ്രധാന രക്ഷാധികാരിയായി തുടരുകയും അവർക്ക് ഫണ്ടുകൾ, ആയുധങ്ങൾ, പരിശീലനം എന്നിവ നൽകുകയും ചെയ്യുന്നുണ്ട്. 2020 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പ്രതിവർഷം ഏകദേശം $100 മില്യൺ നൽകുന്നുമുണ്ട്. 2023 കണക്കനുസരിച്ച് ഒരു ഇസ്രയേലി സുരക്ഷാ സ്രോതസ് പറയുന്നതനുസരിച്ച് ഇറാൻ ഹമാസിനുള്ള ധനസഹായം പ്രതിവർഷം $350 മില്യൺ വർദ്ധിപ്പിച്ചു എന്നും കാണിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ ഹമാസ് $500 മില്യൺ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2019 മുൻപ് ഹമാസിൻ്റെ സൈനിക പ്രവർത്തനങ്ങൾ പ്രധാനമായും പ്രതിരോധപരമായ രീതിയിലായിരുന്നു രൂപപ്പെടുത്തിയിരുന്നത്. ഭാവിയിലെ സംഘർഷങ്ങളെ നേരിടാൻ ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നു. ജൂതരാഷ്ട്രത്തെ നശിപ്പിക്കാനുള്ള പദ്ധതി 2015 മുതൽ ഇറാൻ തുടങ്ങിയിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ഖുദ്സ് ഫോഴ്സിൻ്റെ ജനറൽ ഖാസിം സുലൈമാനിയാണ് പ്രതിരോധ മുന്നണികളുടെയും പ്രോക്സികളുടെയും അച്ചുതണ്ടിനെ ഒന്നിപ്പിക്കുന്നതിനുള്ള തന്ത്രം ആവിഷ്കരിച്ചത്. ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായുള്ള ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ അമേരിക്കയും സഖ്യകക്ഷികളും ശ്രദ്ധ തിരിക്കുമ്പോൾ ഇസ്രയേലിനെ തന്ത്രപരമായി വളയുക എന്ന ലക്ഷ്യത്തോടെ
ടെഹ്റാൻ പ്രാദേശിക മിലിഷ്യകളുടെയും തീവ്രവാദ സംഘടനകളുടെയും മേൽ തങ്ങളുടെ പിടി ഉറപ്പിക്കുകയായിരുന്നു ഇറാൻ ചെയ്തത്. ഒക്ടോബർ 7 ആക്രമണങ്ങൾക്ക് ശേഷം ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ എന്നിവയ്ക്കുള്ള ഇറാന്റെ പിന്തുണയെക്കുറിച്ച് ബൈഡൻ ആരോപിച്ചിരുന്നു. 1987 ഹമാസ് അല്ലെങ്കിൽ ഇസ്ലാമിക് റെസിസ്റ്റൻസ് മൂവ്മെന്റിന് തുടക്കമാകുന്നത്. പലസ്തീനിലെ ആദ്യ കലാപകാലത്തായിരുന്നു ഇത്. ഇറാന്റെ പിന്തുണയുണ്ടായിരുന്ന ഹമാസ് 1920കളിൽ ഈജിപ്തിൽ സ്ഥാപിതമായ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ തലവനായ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ നേതൃത്വത്തിലുള്ള ഹ്രസ്വ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം 2007 മുതൽ ഗാസ മുനമ്പിൽ ഹമാസ് പ്രവർത്തിക്കുന്നുണ്ട്. 2006 പലസ്തീൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തെ തുടർന്നാണ് ഹമാസ് ഗാസ പിടിച്ചടക്കുന്നത്. ഇതിനെതിരായി അബ്ബാസ് ഗൂഢാലോചന നടത്തിയെന്ന് ഹമാസ് ആരോപിക്കുന്നു. അട്ടിമറി എന്നാണ് അബ്ബാസ് സംഭവത്തെ വിശേഷിപ്പിച്ചത്. അതിനുശേഷം നിരവധി ആക്രമണങ്ങളാണ് ഹമാസ് ഗ്രൂപ്പും ഇസ്രയേലുമായി നടത്തിയത്. ഇസ്രയേലിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ച ഹമാസ് 1990കളുടെ മധ്യത്തിൽ ഇസ്രയേലും പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷനും ചർച്ച ചെയ്ത ഓസ്ലോ സമാധാന ഉടമ്പടികളെ ശക്തമായി എതിർത്തിരുന്നു. ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എന്നാണ് ഹമാസിന്റെ സായുധ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ഈജിപ്ത്, ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാൻ, സിറിയ, ലെബനനിലെ ഷിയ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പായ ഹിസ്ബുള്ള എന്നിവ ഉൾപ്പെടുന്ന ഒരു പ്രാദേശിക സഖ്യത്തിന്റെ ഭാഗമാണ് ഹമാസും. ഗാസ മുതൽ ലെബനൻ, സിറിയ, ജൂഡിയ, വെസ്റ്റ് ബാങ്ക്, സമരിയ വഴിയും ഇപ്പോൾ യമനിലെ ഹൂതികൾ വഴിയും ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള ആഗ്രഹത്തോടെ എല്ലാ മേഖലകളിലും അവർ ഭീകരതയ്ക്ക് ധനസഹായം നൽകുകയും ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ആണവായുധം നേടുന്നത് തടയാൻ ഇസ്രയേൽ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. ഇറാനിയൻ ദുഷ്ട അച്ചുതണ്ട് തകർക്കപ്പെടുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ മേഖലയിലെ അവരുടെ പ്രോക്സികളെ ആക്രമിക്കുന്നത് തുടരുമെന്നാണ് കാറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. ജബാലിയയിൽ ഇപ്പോഴും ഹമാസിനെതിരെ ഇസ്രയേലി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതേസമയം ഞായറാഴ്ച വടക്കൻ ഗാസയിലെ ജബാലിയിൽ നടന്ന പ്രകടനത്തിൽ ജനങ്ങൾ ഹമാസിനെതിരെ ഹമാസ് തീവ്രവാദികളാണ് എന്നും ഹമാസ് മാലിന്യമാണ് എന്നുമെല്ലാം ആക്രോശിച്ച് പ്രതിഷേധ റാലി നടത്തുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് ഗാസയിൽ തുടർച്ചയായ നിരവധി ദിവസം ഹമാസ് വിരുദ്ധ യുദ്ധവിരുദ്ധ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് ഹമാസ് ചില പ്രതിഷേധക്കാരെ കൊന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും വന്നിരുന്നു. പ്രകടനങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് നിർത്തിവെച്ചുവെങ്കിലും കഴിഞ്ഞയാഴ്ച വടക്കൻ ഗാസയിൽ പ്രതിഷേധ പ്രകടനത്തോടെ അവർ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ശനിയാഴ്ച വൈകുന്നേരം മുതൽ ഇസ്രയേൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച അറിയിച്ചു. പക്ഷേ കൊല്ലപ്പെട്ടവർ ഹമാസ് അനുകൂലികളാണോ എന്ന് വ്യക്തമല്ല. സിവിലിയൻ മരണങ്ങൾ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇസ്രയേൽ പറയുന്നു. പക്ഷേ വീടുകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, പള്ളികൾ എന്നിവയുൾപ്പെടെയുള്ള സിവിലിയൻ പ്രദേശങ്ങളിൽ നിന്ന് പോരാടുന്ന ഹമാസ് ഗാസയിലെ സിവിലിയന്മാരെ മനുഷ്യകവചങ്ങളായി ഉപയോഗിക്കുന്നത് തുടരുക തന്നെയാണ്. ഞായറാഴ്ച രാത്രിയിൽ തെക്കൻ നഗരമായ ഖാൻ യൂനൂസിലെ ടെന്റിലും വീട്ടിലും നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ 5 പുരുഷന്മാരെയും 5 സ്ത്രീകളെയും 5 കുട്ടികളെയും കൊലപ്പെടുത്തിയതായി നാസർ ആശുപത്രി അറിയിച്ചു. കൊല്ലപ്പെട്ടവരിൽ ഒരു വനിതാ പത്രപ്രവർത്തകയും ഉൾപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുള്ളത്. ഒരു കുട്ടിയുടെയും 3 സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ഉൾപ്പെടെ 5 പേരുടെ മൃതദേഹങ്ങളാണ് മധ്യ ഗാസയിലെ ദേർ അല ബലയിലെ അൽ-അഖ്സ രക്തസാക്ഷി ആശുപത്രിയിലേക്ക് എത്തിച്ചതായി അവിടുത്തെ ഒരു അസോസിയേറ്റഡ് പ്രസ് പ്രവർത്തകൻ പറയുന്നു. മുൻകൂട്ടി ഹമാസും ഇറാനും നിശ്ചയിച്ചത് പ്രകാരം 2023 ഒക്ടോബർ 7 ഗാസയിൽ യുദ്ധം ആരംഭിച്ചു. ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ഏകദേശം 5600 ഭീകരർ തെക്കൻ ഇസ്രയേലിനെ ആക്രമിച്ച് 1200ഓളം പേരെ കൊല്ലുകയും 251 പേരെ ബന്ദികളാക്കി എൻക്ലേവിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. മുനമ്പിലെ ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോഴും 59 ബന്ദികളെ ബന്ദികളാക്കിയിട്ടുണ്ട്. ഇവരിൽ 24 പേർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതേസമയം 35 പേർ മരിച്ചതായി IDF സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 18 ഇസ്രയേൽ ഗാസയിൽ തീവ്രമായ ബോംബാക്രമണം പുനരാരംഭിക്കുകയും തുടർന്ന് പുതിയ കര ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. ജനുവരി 19 വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ അനുസരിച്ച് ആദ്യഘട്ടത്തിന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ 2ാം ഘട്ടത്തിൽ ഇരുപക്ഷവും ചർച്ചകൾ ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് ചെയ്യാൻ വിസമ്മതിച്ചു. ഹമാസിന്റെ ഭരണ സൈനിക ശേഷികൾ തകർക്കുന്നതുവരെ യുദ്ധം അവസാനിക്കില്ല എന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു. ഇതേസമയം വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നീട്ടുന്നതിനുള്ള നിരവധി ഓഫറുകൾ ഹമാസും നിരസിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹമാസ് ഒട്ടും പിൻവലിയാൻ തയ്യാറല്ല. അതുപോലെ തന്നെ ഇസ്രയേൽ ഹമാസിനെ നിർവീര്യമാക്കിയേ അടങ്ങൂ എന്നുള്ള വാശിയിൽ നെതന്യാഹുവും നിൽക്കുന്നുണ്ട്.
ഈ സംഭവങ്ങൾക്കൊപ്പമാണ് ഇപ്പോൾ കത്ത്, ഹമാസ് നേതാക്കൾ എഴുതിയിട്ടുള്ള കത്ത്, ഇറാൻ അയച്ചിട്ടുള്ള കത്ത് ഇപ്പോൾ ഇസ്രയേൽ കാറ്റ്സിന് ലഭിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നത് പോലെ തന്നെ 2 കൊല്ലത്തിനിടയ്ക്ക്, ഇത് 2023 പറയുന്നതാണ്, 2 കൊല്ലത്തിനുള്ളിൽ ഇസ്രയേലിനെ നാമാവശേഷമാക്കാമെന്ന് പറഞ്ഞ് $500 മില്യൺ ഹമാസ് ഇറാൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അതിൽ നിന്നും ഒന്ന് തന്നെ ഉറപ്പാണ്, ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം മൂല കാരണം ഹമാസ്, ഹിസ്ബുള്ള, ഹൂതികൾ എന്നീ 3 HH്‌ന്റെ നയിക്കുന്നത്, ഈ 3 HH്‌കളെ നയിക്കുന്നത് ഇറാനാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. മലയാളി വാർത്ത ഇൻസൈഡ്.